നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് തൃശൂർ തൃപ്രയാർ റോഡിലെ ചിറക്കൽ പാലം പുനർനിർമ്മാണത്തിനൊരുങ്ങി. വെള്ളിയാഴ്ച രാവിലെ 10:30 പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി ഊരകം അമ്മത്തിരുവടി ക്ഷേത്രത്തിൽ മരാമത്ത് പണികൾ ആരംഭിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും ഭക്തജനങ്ങളുടെയും സഹകരണത്തോടെ പൂരത്തിനായി ഒരുക്കുന്നത് വിപുലമായ സൗകര്യങ്ങൾ. ചേർപ്പ് വല്ലച്ചിറ പഞ്ചായത്തുകളിൽ ഹോമിയോ ഡിസ്പെൻസറികൾ ആരംഭിച്ചു. മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. മികച്ച അംഗൻവാടി വർക്കർക്കുള്ള സംസ്ഥാന പുരസ്കാരം അവണിശ്ശേരി പഞ്ചായത്തിലെ പെരിഞ്ചേരി LP സ്കൂളിന് സമീപത്തെ അംഗൻവാടി വർക്കർ KV സിമിക്ക്. വാർത്തകൾ വിശദമായി. ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് തൃശൂർ തൃപ്രയാർ റോഡിലെ ചിറക്കൽ പാലം പുനർനിർമ്മാണത്തിനൊരുങ്ങി. വെള്ളിയാഴ്ച രാവിലെ 10:30 പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. CC മുകുന്ദൻ MLA അധ്യക്ഷനാകും. പൊതുമരാമത്ത് വകുപ്പ് പ്ലാൻ ഫണ്ടിൽ നിന്ന് 5.30 കോടി രൂപ ചെലവഴിച്ചാണ് ചിറക്കൽ പാലം പുനർനിർമ്മിക്കുന്നത്. അപ്രോച്ച് റോഡിന് സ്ഥലമില്ലാത്തതായിരുന്നു പാലം നിർമ്മാണത്തിന് തടസ്സമായിരുന്നത്. പാലത്തിന് സമീപമുള്ള പള്ളിയോട് ചേർന്ന് റോഡ് നിർമ്മിക്കാൻ ധാരണയായെങ്കിലും ആ വഴിയിൽ ജല അതോറിറ്റി പൈപ്പുകൾ സ്ഥാപിച്ചു. ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്യാതെയുള്ള ഈ നടപടിയിൽ പരക്കെ എതിർപ്പുണ്ടായിരുന്നു. ജനപ്രതിനിധികളും ബസ് ഉടമകളും നാട്ടുകാരും നടത്തിയ നിരന്തര ശ്രമത്തിനൊടുവിൽ നിലവിലുള്ള പാലത്തിന്റെ ഇടതുവശത്തുകൂടി അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ ധാരണയായി. CC മുകുന്ദൻ MLA, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS നജീബ്, ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്ഥലത്തിനായുള്ള ഇടപെടലുകൾ നടത്തിയത്. ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി ഊരകം അമ്മത്തിരുവടി ക്ഷേത്രത്തിൽ മരാമത്ത് പണികൾ ആരംഭിച്ചു. സോപാനം, ക്ഷേത്ര നടവാതിലുകൾ എന്നിവയുടെ മിനുക്കുപണികൾ, വെഞ്ചാമരം വൃത്തിയാക്കൽ, പെയിന്റിംഗ് ജോലികൾ തുടങ്ങിയ അറ്റകുറ്റപ്പണികളും മറ്റുമാണ് പുരോഗമിക്കുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും ഭക്തജനങ്ങളുടെയും സഹകരണത്തോടെ അതിവിപുലമായ സൗകര്യങ്ങളാണ് പൂരത്തിനായി ഒരുക്കിയിട്ടുള്ളത്. ചേർപ്പ് വല്ലച്ചിറ പഞ്ചായത്തുകളിൽ ഹോമിയോ ഡിസ്പെൻസറികൾ ആരംഭിച്ചു. മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് അങ്ങാടിക്കുളത്തിന് സമീപം നടന്ന ചേർപ്പ് പഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറിയുടെ ഉദ്ഘാടന ചടങ്ങിൽ CC മുകുന്ദൻ MLA അധ്യക്ഷനായി. ഹോസ്പിറ്റൽ ഡോക്ടറുണ്ട് അവിടെ. ആ ഡോക്ടറായി ബന്ധപ്പെട്ട ഡോക്ടർ ഒരു കുപ്പിയിൽ ഇങ്ങനെ 2-3 കുപ്പി മരുന്ന് തന്നു. അപ്പോൾ ഞാൻ കുപ്പിയിലത്തെ ഈ മരുന്ന് കഴിച്ചാൽ അത് ചെറിയ ചെറിയ ഗുളികകളാണ്, ഹോമിയോ ചെറിയ ഗുളിക. അത് ആവർത്തിച്ച് 4 വീതം കഴിച്ചാൽ ഇത് അസുഖം ഭേദപ്പെടും എന്നുള്ളതാണ്. അതറിയാതെ നമ്മൾ കഴിക്കുന്നത് ശരിയല്ലല്ലോ. ഒന്നും കൂടി ഡോക്ടറോട് ചോദിച്ചു, ഇത് കഴിക്കുന്നത് കുഴപ്പമില്ല, ഡയറ്റിനെ ഒന്നിച്ച് കഴിച്ചാലും വലിയ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് എല്ലാ മരുന്നുകളും മാറ്റി നിർത്തി നമ്മൾ ഹോമിയോ മരുന്ന് കഴിക്കാൻ എല്ലാവരും തയ്യാറാകണം. എല്ലാ രോഗത്തിനും മരുന്ന് കൊടുക്കുന്നതൊക്കെ ഈ കുപ്പിയിലാണ്. എൻ്റെ എല്ലാ മരുന്നും അത് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. ഇത് 4 വീതം 3 നേരം കഴിച്ചാൽ വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഡോക്ടർ എനിക്ക് മാറ്റം. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, ഷീല ഹരിദാസ്, TN ഉണ്ണികൃഷ്ണൻ, പ്രിയലത പ്രസാദ്, സുനിത ജിനു, KB പ്രജിത്ത, K മധു, A ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വല്ലച്ചിറ വില്ലേജ് ഓഫീസിന് സമീപമുള്ള കെട്ടിടത്തിൽ നടന്ന വല്ലച്ചിറ പഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറിയുടെ ഉദ്ഘാടന ചടങ്ങിൽ വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ്, വൈസ് പ്രസിഡന്റ് വനജ ബാബു, NT സജീവൻ, സന്ധ്യാകുട്ടൻ, ശങ്കരനാരായണൻ, PS നിഷ, CR മദനമോഹനൻ, K രവീന്ദ്രനാഥൻ, ബെന്നി തെക്കിനിയത്ത്, പ്രിയ ചന്ദ്രൻ, സെബി പിടിയത്ത്, VA വിജയൻ, ശരണ്യ ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ പാർവതി എന്നിവർ സംസാരിച്ചു. മികച്ച അംഗൻവാടി വർക്കർക്കുള്ള സംസ്ഥാന പുരസ്കാരം അവണിശ്ശേരി പഞ്ചായത്തിലെ പെരിഞ്ചേരി LP സ്കൂളിന് സമീപത്തെ അംഗൻവാടി വർക്കർ KV സിമിക്ക്. പാറപ്പുറത്തെ അംഗൻവാടി വളപ്പിൽ മണ്ണെത്തിച്ച് ജൈവകൃഷി 100 മേനി വിളയിച്ച KV സിമിയെയാണ് അവാർഡ് തേടിയെത്തിയത്. അംഗൻവാടി വളപ്പിൽ കുട്ടികൾക്ക് ഭക്ഷണത്തിനുള്ള പലതരം പച്ചക്കറികൾ ജൈവകൃഷിയിലൂടെ KV സിമി ഉൽപ്പാദിപ്പിച്ചു. കഴിഞ്ഞ 22 വർഷമായി അംഗൻവാടി വർക്കറാണ് സിമി.
എനിക്ക് ലഭിച്ച ഈ അംഗീകാരം ഏറെ വിനയത്തോടു കൂടി ഞാൻ ഏറ്റുവാങ്ങിയാണ്. സേവന രംഗത്ത് കൂടുതൽ നന്നായി പ്രവർത്തിക്കാനുള്ള പ്രചോദനമായിരിക്കും എനിക്കത്. എനിക്ക് ഈ അവാർഡ് വാങ്ങുന്നതിന് എല്ലാ പിന്തുണയും നൽകിയിട്ടുള്ളത് ഞങ്ങളുടെ CDPO, സൂപ്പർവൈസർ, ICDS സ്റ്റാഫ്, ഓഫീസ് സ്റ്റാഫ്, പഞ്ചായത്ത് പ്രസിഡന്റ്, ഭരണസമിതി, വാർഡ് മെമ്പർമാർ, ജില്ലാ ബ്ലോക്ക് മെമ്പർമാർ, പിന്നെ ഞങ്ങളുടെ മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങൾ. ഇതുകൂടാതെ എൻ്റെ കൂടെ എന്ത് കാര്യത്തിനും എന്നെ സഹായിക്കാറുള്ളത് എൻ്റെ ഹെൽപ്പറാണ്. എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. മാംവിദ്ധി എന്ന നാടകത്തിൽ പഞ്ചമി എന്ന മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഇവർ ശ്രദ്ധ നേടിയിരുന്നു. ബംഗളൂരുവിലും കേരളത്തിലെ വിവിധ ജില്ലകളിലുമായി 12 വേദികളിൽ മാംവിദ്ധി അവതരിപ്പിച്ചു. ഫോട്ടോഗ്രാഫറായ പെരിഞ്ചേരി കണ്ടൻകുമരത്ത് ദിനേശ് കുമാറിന്റെ ഭാര്യയാണ് സിമി. അവണിശ്ശേരി പഞ്ചായത്തിലെ 6ാം വാർഡിൽ വേനൽക്കാല പച്ചക്കറിയുടെ 2ാമത് പച്ചക്കറി കൃഷി വിളവെടുത്തു. കൃഷി ഓഫീസർ സിനി ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. 6ാം വാർഡിൽ സരള വേലായുധന്റെ കൃഷിയിടത്തിലാണ് കൃഷി വിളവെടുപ്പ് നടത്തിയത്. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ദീപ കടവിൽ സന്നിഹിതയായിരുന്നു. ജൈവ രീതിയിൽ കൃഷി ചെയ്തിരുന്ന വിളകൾ മികച്ച വിളവ് ലഭിച്ചു. വർഷത്തിൽ 3 സീസണിലും ഇവിടെ കൃഷി ഇറക്കാറുണ്ട്. മികച്ച രീതിയിൽ തന്നെ വിളവ് ലഭിക്കാറുണ്ടെന്ന് കർഷക പറയുന്നു. കൃഷിക്ക് ആവശ്യമായ വിത്തുകളും വളങ്ങളും കൃഷി ഓഫീസിൽ നിന്നാണ് ലഭ്യമാക്കിയിരുന്നത്. ചേർപ്പ് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിന്റെയും അവണിശ്ശേരി കൃഷിഭവന്റെയും സഹായവും ലഭിച്ചിട്ടുണ്ട്. വേനൽക്കാല കൃഷികളായ ചേന, ചേമ്പ്, വെള്ളരി, പയർ, മധുരക്കിഴങ്ങ്, പാവയ്ക്ക, പടവലം എന്നിവയുടെ നടിയിലും ചടങ്ങിൽ നടന്നു. പച്ചമുളക്, തക്കാളി, വഴുതിന, വെണ്ടയ്ക്ക, വെള്ളക്കാന്താരി, പയർ എന്നിവയാണ് വിളവെടുത്തത്. സ്വർണ്ണവില സകല റെക്കോർഡുകളും ഭേദിച്ച് കുതിച്ചുയരുന്നു. 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ പണിക്കൂലി ഉൾപ്പെടെ 1.5 ലക്ഷത്തിന് മുകളിൽ കൊടുക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ. പവനെ 48,000 കടന്നു കുതിക്കുന്ന സ്വർണം ഇതേ ട്രെൻഡ് തുടർന്നാൽ വൈകാതെ 1.5 ലക്ഷത്തിലേക്ക് എത്തും. ഈ മാസം ഓരോ ദിവസവും വില ഉയരുന്നതാണ് വിപണിയിലെ ട്രെൻഡ്. ഒരാഴ്ചക്കിടെ പവന് 46,320 രൂപയിൽ നിന്നാണ് 2,000 രൂപയുടെ വർധനവുണ്ടായിരിക്കുന്നത്. സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നിരാശയാണിതെങ്കിൽ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷ നിമിഷമാണ്. വ്യാഴാഴ്ച 1 പവൻ സ്വർണത്തിന് 320 രൂപയാണ് വർദ്ധിച്ചത്. 48,080 രൂപയാണ് 1 പവൻ സ്വർണത്തിന്റെ വില. 1 ഗ്രാം സ്വർണത്തിന് 40 രൂപ വർദ്ധിച്ച് 6,010 രൂപയായി. ഇത്രയും ഉയർന്ന വിലയിലെത്തുമ്പോൾ വിൽപ്പന കുറയുമെന്ന ആശങ്ക ജ്വല്ലറി വ്യാപാരികൾക്കുണ്ട്. പാലശ്ശേരി LPS സ്കൂളിന്റെ ശതോത്തര രജത ജൂബിലി സമാപനം അധ്യാപക രക്ഷാകർതൃദിനം ആഘോഷിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജറും പാലക്കൽ പള്ളി വികാരിയുമായ ഫാദർ ലിറിൽ തളിയപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പൂർവ്വ അധ്യാപകരെ ആദരിച്ചു. തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ റവറന്റ് ഫാദർ ജോയ് അടമ്പുകുളം അനുഗ്രഹ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി മുഖ്യാതിഥിയായിരുന്നു. ചേർപ്പ് അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ MV സുനിൽകുമാർ, അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VI ജോൺസൺ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റോസിലി ജോയ്, സുനിൽ ചാണാശ്ശേരി, PC ജോസ്, സ്കൂൾ ലീഡർ അനുശ്രീ PB, സ്കൂൾ ഹെഡ്മിസ്ട്രസ് ക്ലാൻസി ഫ്രാൻസിസ്, വിൻസി സജി, TM മോഹനൻ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് പഞ്ചായത്തിലെ 15, 17, 18, 19 വാർഡുകളിലെ അംഗൻവാടി കുട്ടികൾക്കായി പടിഞ്ഞാട്ടുമുറി ഗവൺമെന്റ് JBS സ്കൂളിൽ സംഘടിപ്പിച്ച കിഡ്സ് ഫെസ്റ്റ് സമാപിച്ചു. വാർഡ് മെമ്പർ ധന്യ സുനിൽ ഉദ്ഘാടനം ചെയ്തു. അനുഭവം മറ്റുള്ള വാർഡുകളിലെ കുട്ടികളും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്താൻ തീരുമാനിച്ചത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇവിടെ പറഞ്ഞ പോലെ ബാല്യം മുതൽ വാർദ്ധക്യം വരെ ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത് അംഗൻവാടികളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അംഗൻവാടിക്ക് വളരെയധികം പ്രാധാന്യവുമുണ്ട്. നിഷ്കളങ്കമായ മനസ്സോടുകൂടി വീടുകളിൽ നിന്നും
അവർ അംഗൻവാടിയിൽ എത്തുമ്പോൾ അവരുടെ ഭാവി അവിടെ ആരംഭിക്കുകയാണ്. ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ടായിരിക്കും. അംഗൻവാടിയിൽ നിന്ന് തന്നെ അതിനൊരു തുടക്കം കുറിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്. സാധാരണ നമ്മൾ കണ്ടുവരുന്നത് LKG UKG കുട്ടികളിലെ സ്റ്റാർട്ടിങ് അവിടെ നിന്നാണ് നമ്മൾ വാർഷികാഘോഷങ്ങളിലെ പരിപാടി അവതരിപ്പിക്കൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. PTA പ്രസിഡന്റ് CK വിനോദ് അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ഈ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന അംഗനവാടിയിലെ കുട്ടികൾ ഇവിടെ അവരുടെ പരിപാടികൾ അവതരിപ്പിക്കുകയുണ്ടായി. ആ പരിപാടികൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മൾ മറ്റു വാർഡിലെ അംഗനവാടിയിലെ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു കിഡ്സ് ഫെസ്റ്റ് നമുക്ക് നടത്താം എന്ന് ആലോചിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ പ്രദേശത്തെ അംഗനവാടികൾ എന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശത്തിൻ്റെയും ഒരു ആരോഗ്യ കേന്ദ്രം എന്ന നിലയിലാണ് നമ്മുടെ അംഗനവാടികൾ പ്രവർത്തിക്കുന്നത്. ആ പ്രദേശത്ത് ആ അംഗനവാടിയുടെ പരിധിയിൽ വരുന്ന ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയുടെയും, അതുപോലെ തന്നെ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ, കൗമാരപ്രായക്കാരായിട്ടുള്ള ആളുകൾ എന്നിവ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ എല്ലാ ആരോഗ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകുന്ന അംഗനവാടി ടീച്ചർമാരും അതുപോലെ തന്നെ ഹെൽപ്പർമാരും ആ കുട്ടികളുടെ ഓരോ വളർച്ചയുടെ കാലഘട്ടത്തിലും അവർക്ക് ആവശ്യമായിട്ടുള്ള പോഷകാഹാരങ്ങളും അതുപോലെ തന്നെ കൗമാരപ്രായക്കാർക്കായിട്ടുള്ള ആളുകൾക്കുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് അവരോട് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക. ചലച്ചിത്ര താരം ജിതിൻ ബാബു മുഖ്യാതിഥിയായി. 7 അംഗൻവാടികളിൽ നിന്നായി 60ഓളം പ്രതിഭകൾ കിഡ്സ് ഫെസ്റ്റിൽ പങ്കെടുത്തു. സംഘനൃത്തം, അഭിനയഗാനം, ഫാഷൻ ഷോ, കഥ പറച്ചിൽ, നാടൻപാട്ട്, പ്രച്ഛന്നവേഷം തുടങ്ങി വിവിധ ഇനങ്ങൾ കിഡ്സ് ഫെസ്റ്റിൽ അരങ്ങേറി. വാർഡ് അംഗങ്ങളായ നസീജ മുത്തലിഫ്, സുനിത ജിനു, അൽഫോൺസ പോൾസൺ, PTA അംഗങ്ങളായ നിജി തോമസ്, ഷാജി, ആഷിഫ, ഷമീർ, ഉമർ PH, രഞ്ജിനി ടീച്ചർ, പ്രിയ, രേണുകാദേവി, ഷൈന, മുഹമ്മദ് ഷബാൻ തുടങ്ങിയവർ സംസാരിച്ചു. മണപ്പുറം ഫൗണ്ടേഷന്റെയും മണപ്പുറം പ്രീമിയം ഫിറ്റ്നസ് സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ ഓൾ കേരള ബോഡി ബിൽഡിംഗ് മത്സരം സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച വലപ്പാട് ലത കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന മത്സരം മണപ്പുറം മാനേജിംഗ് ട്രസ്റ്റി VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വരുന്ന മാർച്ച് 10-ാം തീയതി സൺഡേ വൈകിട്ട് 5 മണിക്ക് 3rd മിസ്റ്റർ മണപ്പുറം 2024 ഓപ്പൺ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് നമ്മളുടെ ലത കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുകയാണ്. നിയർ പ്രീമിയം ഫിറ്റ്നസ് സെന്റർ. കേരളത്തിൽ നിന്നായിട്ട് ഒരു 150ഓളം മത്സരാർത്ഥികളാണ് ഈ പ്രോഗ്രാമിൽ എത്തിച്ചേരുന്നത്. നമ്മൾ ഈ മത്സരം നടത്തുന്നത് വളർന്നു വരുന്ന ബോഡി ബിൽഡേഴ്സിനെ അവരുടെ കായിക പ്രകടനത്തെ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടത്ര സൗകര്യം നൽകുക എന്നുള്ള നല്ലൊരു സ്റ്റേജ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. ഈ മത്സരത്തിൽ പല കാറ്റഗറികളുണ്ട്. സീനിയർ വിഭാഗത്തിൽ 60 ഉണ്ട്, 70 ഉണ്ട്, 80+ കാറ്റഗറി ഉണ്ട്. ചാമ്പ്യൻ നമ്മൾ നൽകുന്നത് 50,000 രൂപയാണ്. വുമൻസിന് വേണ്ടി പ്രത്യേക കാറ്റഗറി ഉണ്ട്. വുമൻസ് ബോഡി ബിൽഡിംഗ്, വുമൻസ് ഫിറ്റ്നസ്, വുമൻസ് വെൽനസ് എന്നീ വിഭാഗത്തിൽ മത്സരം നടത്തുന്നുണ്ട്. ഇവർക്കൊക്കെ എല്ലാ കാറ്റഗറിയിലും 5,000, 3,000, 1,000 വെച്ച് ക്യാഷ് പ്രൈസും മെഡലും മൊമെന്റും ഒക്കെ നൽകി. മെൻസ് ക്ലാസിക്, മെൻസ് ഫിസിക്, ജൂനിയർ ബോഡി ബിൽഡിംഗ് എന്നിവ പുരുഷന്മാർക്കും വനിതകൾക്കായി വുമൺസ് ബോഡി ബിൽഡിംഗ്, വുമൺസ് വെൽനസ്, വുമൺസ് ഫിറ്റ്നസ് പെർഫോമൻസ് എന്നിവയും സംഘടിപ്പിക്കും. ഞായറാഴ്ച വൈകിട്ട് 5-നാണ് ഉദ്ഘാടന സമ്മേളനം നടക്കുക. വാർത്താ സമ്മേളനത്തിൽ റഫീഖ് റോഷ്, ലിബർട്ട് ജോസഫ്, ഷെയ്ം ഹുസൈൻ എന്നിവർ പങ്കെടുത്തു. പഠന മികവിനെ ഇന്നോവേറ്റീവ് സ്കൂൾ അവാർഡ് നേടിയ വലപ്പാട് GDM LP സ്കൂളിൽ അനുമോദന സദസ്സും മെറിറ്റ് ഡേയും വാർഷികാഘോഷവും നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. GDM LP സ്കൂൾ അതിൻ്റെ പുതിയ കാലത്തെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിക്കൊണ്ട് 101 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ
അൺഇക്കണോമിക് ആണ് എന്നതിൻ്റെ പേരിൽ പൂട്ടിപ്പോയ നിരവധി വിദ്യാലയങ്ങൾ ഉണ്ടായിരുന്നു. ലാഭകരമല്ലാത്ത വിദ്യാഭ്യാസം എന്ന ഒന്ന് നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയത് വിദ്യാഭ്യാസം അങ്ങനെ ലാഭകരമായ കുട്ടികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ചില അളവുകോലുകൾ സാമ്പത്തികമായ ചിലതിൻ്റെ ഭാഗമായിട്ട് നവ ഉദാരവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചില അളവുകോലുകൾ എല്ലാത്തിടത്തും വെച്ച് പരിശോധിക്കുന്നത് കൊണ്ട് അത് വിദ്യാഭ്യാസ മേഖലയിലും പ്രാവർത്തികമാക്കിയപ്പോഴാണ് വിദ്യാഭ്യാസം, അതിൻ്റെ സ്ഥാപനങ്ങൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്നത് ലാഭകരമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചിലതെല്ലാം കൂട്ടാൻ തുടങ്ങി. ആ ഒരു ശ്രേണിയിലുണ്ടായിരുന്ന GDM LP സ്കൂൾ ഇപ്പോൾ 50 കുട്ടികളിൽ നിന്ന് 75ഉം 100ഉം ഒക്കെയായി വർദ്ധിച്ച് ഈ പ്രദേശത്തെ, ഈ ഉപജില്ലയിലെ ഏറ്റവും നല്ല LP വിദ്യാലയമായി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കപ്പുറത്തേക്ക് ഒരു പുതിയ മനുഷ്യനാകാനുള്ള, ഒരു സമ്പൂർണ്ണ മനുഷ്യനാകാനുള്ള വിവിധ തലങ്ങളിലെ ഇടപെടലുകൾ കൂടി നടത്തിക്കൊണ്ട് ഈ വിദ്യാലയം ഏറെ മികച്ച നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. PTA പ്രസിഡന്റ് ഷൈനി സജിത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ മഞ്ജുള അരുണൻ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. ടീച്ചർ ഓഫ് ദി ഇയർ അവാർഡ് MA ശ്രീദേവിയും ഇന്നോവേറ്റീവ് ടീച്ചർ ഓഫ് ദി ഇയർ പുരസ്കാരം ഷാനി അസീസും ഏറ്റുവാങ്ങി. അധ്യാപന രംഗത്ത് 1/4 നൂറ്റാണ്ട് പിന്നിട്ട സീനിയർ അധ്യാപകരായ CB സുബിത, AC ലിജി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. LKG UKG വിഭാഗം ക്ലാസ്സിൽ നടത്തിയ സ്റ്റേറ്റ് ലെവൽ ടാലന്റ് ടെസ്റ്റിലെ വിജയികൾക്ക് ചടങ്ങിൽ സർട്ടിഫിക്കറ്റും മെഡലും സമ്മാനിച്ചു. CS ശ്രീലക്ഷ്മി, ജസ്റ്റിൻ തോമസ്, KA വിജയൻ, രശ്മി ഷിജോ, RR സുബ്രഹ്മണ്യൻ, C വാസുദേവൻ, പ്രധാന അധ്യാപകൻ CK ബിജോയ്, സ്കൂൾ ലീഡർ വരദാലക്ഷ്മി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. താന്യം ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡിൽ ഹൃദയത്തിൽ നിന്നും എന്റെ ഗ്രാമം എന്ന പദ്ധതിയുടെ ഭാഗമായി ലോക വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വാർഡുകളിൽ ഓരോ വീടുകളിലും കയറി ഇറങ്ങി 50 രൂപ യൂസർ ഫീ കൊടുത്തുകൊണ്ട് കടകളിൽ നിന്ന് 100 രൂപ യൂസർ ഫീ വാങ്ങിക്കൊണ്ട് അവർ വെയിലും മഴയും എല്ലാതും കൊണ്ട് നമ്മൾക്ക് വേണ്ടി, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും, നമ്മുടെ വീടുകളുടെ ചുറ്റുപാടും ശുചീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടക്കുന്നത്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, ഇങ്ങനെ ഒരു ഹരിതകർമ്മസേന നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഇല്ലെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റും ഈ കവർ പോലത്തെ സാധനങ്ങൾ നമ്മൾ നിരന്തരം കത്തിച്ച് അതിൽ നിന്നുണ്ടാകുന്ന വിഷവായു ശ്വസിച്ച് നമുക്ക് പല പല രോഗങ്ങൾ വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പഞ്ചായത്ത് അംഗം ആന്റോ തുറൈൻ അധ്യക്ഷത വഹിച്ചു. ഹരിതകർമ്മസേനാംഗങ്ങളായ രമ മണികണ്ഠൻ, ലിറ്റ ജോസ്, തൊഴിലുറപ്പ് മേറ്റ് ഇന്ദിര ജേക്കബ്, അംഗൻവാടി ഹെൽപ്പർ KR ഗീത എന്നിവരെ പൊന്നാടി അണിയിച്ചു. അംഗൻവാടി വർക്കർമാരായ NS ഉഷ, സതി രംഗൻ, ആശാ വർക്കർ സുശീല രാജൻ, ADS പ്രസിഡന്റ് വിജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. ALMC അംഗങ്ങളായ മജീദ് പോക്കാക്കിലത്ത്, ദീപ അജയ്, രേണുക റിജു, ഹിമ രഞ്ജിതൻ, ലൂയിസ് താണിക്കൽ, റിജു കണക്കന്തറ എന്നിവർ നേതൃത്വം നൽകി. വാടാനപ്പള്ളി ഇടശ്ശേരിക്ക് സമീപം ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട ടോറസ് ചരക്ക് ലോറിയിലിടിച്ച് ഡ്രൈവർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച പുലർച്ചെ 5:45-നാണ് അപകടം. കൊല്ലത്തേക്ക് പഞ്ചസാരയുമായി പോയിരുന്ന ലോറിയുടെ പിറകിലാണ് ദേശീയപാതയുടെ നിർമ്മാണത്തിന് മണ്ണുമായി പോയിരുന്ന ടോറസ് ലോറി ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ടോറസിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു. ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെ വലപ്പാട് നിന്നും തൃശൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘം നീണ്ട പരിശ്രമത്തിന് ഒടുവിൽ 1 മണിക്കൂറിന് ശേഷമാണ് പുറത്തെടുക്കാനായത്. കാലിന് സാരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓവർടേക്ക് ചെയ്യുന്നതിനിടെ എതിരെ മറ്റൊരു വാഹനം വന്നതോടെ സൈഡിലേക്ക് തിരിച്ച ടോറസ് നിയന്ത്രണം വിട്ട് ചരക്ക് ലോറിയിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. തൃശൂർ അഡാപ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നേർമിഴി വനിതാ ആദരവ് സംഘടിപ്പിക്കുന്നു. വെങ്ങിണിശ്ശേരി അഡാപ്റ്റ് ഹാളിൽ തിങ്കളാഴ്ച രാവിലെ 10:30-ന് സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ് ഉദ്ഘാടനം ചെയ്യും. പാളം പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ മുഖ്യാതിഥിയാകും. ചേർപ്പ് CNN BLP സ്കൂളിൽ PTA ദിനാചരണവും അനുമോദന സദസ്സും ശനിയാഴ്ച നടക്കും.
രാവിലെ 9:30 CNN ബോയ്സ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ മാനേജർ KG അച്യുതൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും. വല്ലച്ചിറ തൊട്ടിപ്പറമ്പിൽ സഹദേവന്റെ ഭാര്യ ലളിത നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഷീജ, ഷീബ, ഷജിൽ കുമാർ എന്നിവർ മക്കളും, സോമരാജ്, ഷൈജി, പരേതനായ സിദ്ധൻ എന്നിവർ മരുമക്കളുമാണ്. ചേർപ്പ് നമ്പ്യാത്ത് ഗോപാലന്റെ ഭാര്യ അമ്മിണി നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജയ, ജയേഷ് എന്നിവർ മക്കളും, മോഹനൻ, ശ്രീകല എന്നിവർ മരുമക്കളുമാണ്. സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6010 രൂപ, പവന് 48,080 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് തൃശൂർ തൃപ്രയാർ റോഡിലെ ചിറക്കൽ പാലം പുനർനിർമ്മാണത്തിനൊരുങ്ങി. വെള്ളിയാഴ്ച രാവിലെ 10:30 പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി ഊരകം അമ്മ തിരുവടി ക്ഷേത്രത്തിൽ മരാമത്ത് പണികൾ ആരംഭിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും ഭക്തജനങ്ങളുടെയും സഹകരണത്തോടെ പൂരത്തിനായി ഒരുക്കുന്നത് വിപുലമായ സൗകര്യങ്ങൾ. ചേർപ്പ് വല്ലച്ചിറ പഞ്ചായത്തുകളിൽ ഹോമിയോ ഡിസ്പെൻസറികൾ ആരംഭിച്ചു. മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. മികച്ച അംഗൻവാടി വർക്കർക്കുള്ള സംസ്ഥാന പുരസ്കാരം അവണിശ്ശേരി പഞ്ചായത്തിലെ പെരിഞ്ചേരി LP സ്കൂളിന് സമീപത്തെ അംഗൻവാടി വർക്കർ KV സിമിക്ക്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.